ചെറിയ പാകപ്പഴമുണ്ടായി. ഞങ്ങളുടെ സ്വതന്ത്ര അംഗം CPM-മായി ധാരണ അദ്ദേഹം ഞങ്ങളുടെ അംഗത്തിനായിട്ട് മത്സരിച്ചു. പെരിന്തൽമണ്ണ നഗരസഭയിലെ സ്ഥിരസമിതി അധ്യക്ഷരുടെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ UDF സ്വതന്ത്രൻ പച്ചീരി സുബൈർ LDF-നെ സഹായിക്കുന്ന ഒരു നിലപാടെടുത്തു. അതിപ്പോൾ വലിയ രീതിയിലുള്ള ചർച്ചയായി. അപ്പോൾ LDF-ന്റെ ഒരു അംഗം വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായി തെരഞ്ഞെടുക്കപ്പെട്ടു. എന്താ പറയാ, UDF 40 വർഷത്തിന് ശേഷം പെരിന്തൽമണ്ണയിൽ അധികാരത്തിലെത്തിയിട്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ പ്രവർത്തകരുടെ വിഷമമൊക്കെ അവര് കുറെ നേരം നമ്മളോട് സംസാരിക്കാറുണ്ട്. കോൺഗ്രസിന്റെ ബ്ലോക്ക് പ്രസിഡന്റ് അറിഞ്ഞിട്ടാണ് ഇതിപ്പോ UDF വലിയ അത്യാവശ്യം നല്ല ഭൂരിപക്ഷമൊക്കെ നേടിയിട്ട് എന്താണ് ജനങ്ങൾ മനസ്സിലാക്കുന്നത്? ജനങ്ങൾക്ക് ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു ഭരണം UDF ആയിട്ട് തന്നെ ഞങ്ങളിപ്പോ 19 അംഗങ്ങളുണ്ട്. അംഗങ്ങളും ഒറ്റക്കെട്ടായി തന്നെ ജനങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ ജനങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ട ജനങ്ങൾ കൊണ്ടുതന്ന ഞങ്ങൾക്ക് തന്ന ആ ഭരണം ജനങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ തന്നെ നടക്കാൻ ഞങ്ങൾ UDF-ആയി ഒരു കാരണവശാലും വിട്ടുവീഴ്ച. ചെറിയ പാകപ്പഴമുണ്ടായി. ഞങ്ങളുടെ സ്വതന്ത്ര അംഗം CPM-മായി ധാരണ അദ്ദേഹം ഞങ്ങളുടെ അംഗത്തിനായിട്ട് മത്സരിച്ചു. അത് ഒരു ദൗർഭാഗ്യകരമായ ഒരു സംഭവമാണ്. അതിന് ശക്തമായ നടപടി പാർട്ടി അല്ല, അദ്ദേഹം പാർട്ടിയിൽ നിന്നും പുറത്താക്കിയ ഒരാളാണെന്ന് മാത്രമല്ല, എന്നിട്ട് പോലും പുള്ളിയെ അദ്ദേഹത്തെ മത്സരിപ്പിച്ചു, അദ്ദേഹം ജയിച്ചു. അപ്പൊ അദ്ദേഹം ഞങ്ങളോട് പ്രതികരിച്ചത് അദ്ദേഹത്തിന് ഒരു സ്ഥിരസമിതി അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കേണ്ടതായിരുന്നു. അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഭാര്യ കൗൺസിലറാണല്ലോ, അവരെ പരിഗണിക്കേണ്ടതായിരുന്നു. ഇവിടെ ടീം UDF എന്ന സംവിധാനമൊന്നുമില്ല, ചില ആളുകൾ വ്യക്തിപരമായ തീരുമാനങ്ങൾ എടുക്കുന്നു, അങ്ങനെയൊക്കെ പറഞ്ഞ കുറെ കാര്യങ്ങൾ അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞു. അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഈ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ വല്ല വസ്തുതയുണ്ടോ? ഇതിനെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായി ആരും ജനകീയ മുന്നണിയെ മത്സരിച്ച് ഇവിടെ ജയിച്ചു. ടീം UDF ആയിട്ട് തന്നെ മത്സരം ഉണ്ടായിരുന്നു. ടീം UDF ആയിട്ട് തന്നെയാണ് ഇവിടെ 21 കൗൺസിലർമാർ ജയിച്ചു. ടീം UDF ആണ്. അത് ഞാനോ അല്ലെങ്കിൽ ഒരാളോ എടുക്കുന്ന തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ്. കോൺഗ്രസ് എന്ന പ്രസ്ഥാനം, ലീഗ് എന്ന പ്രസ്ഥാനം ഐക്യകണ്ഠേന തിരഞ്ഞെടുപ്പ് വന്ന് അംഗീകരിച്ച് അവിടെ ലിസ്റ്റ് അംഗീകരിച്ച അടിസ്ഥാനത്തിലാണ് അദ്ദേഹവും മത്സരിച്ചത്. അല്ലാതെ അദ്ദേഹത്തിന്റെ പേഴ്സണൽ വോട്ട് കൊണ്ട് ജയിച്ച ഒരാളല്ലല്ലോ. UDF-ന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയിൽ മത്സരിച്ച ആളാണ്. അദ്ദേഹം പാർട്ടിയിൽ ഇല്ലാഞ്ഞിട്ട് പോലും അദ്ദേഹം നിന്നാലാ അന്ന് ഞങ്ങൾ ഒരു എന്താ പറയാ മനസ്സിലാക്കിയതിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തിന് സീറ്റ് കൊടുക്കുന്നത്. അദ്ദേഹത്തിന് സീറ്റ് കൊടുക്കേണ്ട ആവശ്യം ഞങ്ങൾക്കില്ല. എന്നാൽ പോലും അദ്ദേഹത്തിന് നമ്മളൊരു പ്രശ്നമില്ലാണ്ട് ഞങ്ങളെ മുന്നണി ഒറ്റക്കെട്ടായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നുള്ള ധാരണ കൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് മത്സരിച്ചത്. അല്ലാതെ ഇവിടെ കോൺഗ്രസ് ഇല്ല, ലീഗില്ല എന്ന് പറയുന്നത് ഒരിക്കലും ശരിയല്ല. കോൺഗ്രസ് ഉണ്ട്, ലീഗുണ്ട്, UDF ഒറ്റക്കെട്ടായിട്ട് നഗരസഭയിൽ മുന്നോട്ട് ടീം UDF ആയിട്ട് മുന്നോട്ട് അടുത്ത് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് ടീം UDF ആയിട്ട്. CPM-ന്റെ നേതാക്കളൊക്കെ പറഞ്ഞത് 6 മാസം ഇവിടെ അതിനുള്ളിൽ തന്നെ ഒരാൾ വന്നു, രണ്ടാമത് വരും. അപ്പൊ UDF-ന്റെ കാര്യം 6 മാസത്തേക്ക് കൂടിയാണ് അവരൊരു സമയപരിധി പറഞ്ഞേക്കുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ ഇതൊരു സംവിധാനമാണ്. ഇതില് ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുക്കപ്പെട്ട ആളുകൾ കൂടിമാറി കഴിഞ്ഞാൽ അത് നടപടി എടുക്കാനുള്ള അവകാശവും ഒക്കെ പാർട്ടിക്ക്. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ അതിനെതിരെ ഈ പ്രസ്ഥാനവും മുന്നണി ഉണ്ടാവും. അതങ്ങനെ CPM-കാരന്റെ ഒരു മലപ്പൊടിക്കാരന്റെ സ്വപ്നമാണ് തിരിച്ച് ഇനി ആളുകളെ കൂടുമാറ്റി ഈ നഗരസഭ പിടിച്ചെടുക്കുക എന്നുള്ളത്. അത് EMS-ന്റെ നാട്ടിൽ ഏലംകുളത്ത് നടത്തിയ ഫൈറ്റ് ഇവിടെ നടത്താമെന്നാണ് CPM ധരിച്ചിരിക്കുന്നത്. അതൊരു മലപ്പൊടിക്കാരന്റെ സ്വപ്നമാണ്. CPM വിചാരിച്ചതിനേക്കാൾ കൂടുതൽ മുന്നിൽ നിന്നുകൊണ്ട് UDF പ്രവർത്തിക്കുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ജനങ്ങൾ തന്ന അധികാരം, ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ, ജനങ്ങളുടെ ആശയ്ക്ക് അനുസരിച്ച് ഭരണം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പൂർണ്ണമായ സാഹചര്യം ഒരുക്കുക എന്നുള്ളതാണ്. അതിന് UDF ഒറ്റക്കെട്ടായിട്ട് പോകും. അത് കൗൺസിലർമാർക്ക് നിർദ്ദേശം കൊടുക്കുന്നതിന് വേണ്ടി UDF-ന്റെ ടീമുണ്ട്. ഒരു സംശയമില്ല, 100% 5 വർഷം ഈ ഭരണസമിതി 5 വർഷവും ഇവിടെ ഭരണസമിതി പൂർത്തിയാക്കും. അല്ലാതെ LDF-ന്റെ ചിലപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മതക്കുടിയാണെന്നാണ് അറിഞ്ഞിക്കലാണെന്ന് പറയുന്നത്. ഏതായാലും ടീം UDF ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകാൻ കഴിഞ്ഞാൽ അവരുടെ പ്രവർത്തകരുടെ അധ്വാനത്തിന്റെ ഫലമായി മാറും. അല്ല ഇതുപോലെ CPM നേതാക്കൾ പറഞ്ഞ പോലെ അടിത്തറയുടെ 2 കല്ലളകി എന്ന അവസ്ഥയിലൊക്കെ പോയാൽ ഒരുപക്ഷെ പ്രവർത്തകർക്ക് നിരാശ സമ്മാനിക്കുന്നതാവും. എന്തായാലും ഒറ്റക്കെട്ടായി മുന്നോട്ട് പോയാൽ UDF-ന് നല്ലതാണ് എന്ന് മാത്രമേ എനിക്ക് കാര്യത്തിൽ പറയാനുള്ളൂ. ക്യാമറമാൻ ഷാഹിദ് കപ്പൂത്തിനൊപ്പം ജബ്ബാർ വേണ, ചാനൽ 10, പെരിന്തൽമണ്ണ.
35 years of sparkling legacy. Popular Gold and Diamonds, Perindalmanna.